മോഹൻലാലിന്റെ ദൃശ്യം 3 ഇന്ത്യൻ സിനിമാ ലോകത്ത് ചരിത്രം കുറിച്ച് മുന്നേറുന്നു. റിലീസ് ചെയ്ത് വെറും 14 ദിവസത്തിനുള്ളിൽ ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. വിദേശ വിപണികളിൽ നിന്നും മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. മാത്രമല്ല, അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം ഇനിയും മുന്നേറുമെന്നാണ്. സൂപ്പർ ഹിറ്റായി കുതിക്കുകയാണ് ജോർജ് കുട്ടിയും കുടുംബവും. ദൃശ്യം 3 അങ്ങനെ ഇന്ത്യൻ സിനിമാ ലോകത്തും ചരിത്രം കുറിച്ച് മുന്നേറുന്ന കാഴ്ച. റിലീസ് ചെയ്ത് വെറും 14 ദിവസത്തിനുള്ളിലാണ് ചിത്രം 100 കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചത്. ജോർജ് കുട്ടിയുടെ സഞ്ചാരമാണ് ഈ ദൃശ്യം ഫ്രാഞ്ചൈസി. ക്ലാസിക് ക്രിമിനൽ എന്നാണ് പ്രേക്ഷകർ ജോർജ് കുട്ടിയെ പറയുന്നത്. മൂന്നാം ഭാഗത്തിലേക്ക് ജോർജ് കുട്ടിയും ഫാമിലിയും എത്തുമ്പോൾ അതിവൈകാരിക തലത്തെയാണ് സംവിധായകൻ കാണിച്ചു തരുന്നത്. അയാളെ ക്രിമിനലാക്കുന്നത് അയാളിലെ അച്ഛനാണ്. ഇത്തവണ ജോർജ് കുട്ടി ഒരു ക്ലാസിക് ക്രിമിനലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അല്ല, ഒരു ക്ലാസിക് അച്ഛനായി. അതായത് കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരച്ഛൻ. ജിത്തു ജോസഫിനെ ചൂണ്ടി ഒരു മലയാള ചലച്ചിത്ര സംവിധായകന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് ഓരോ പ്രേക്ഷകനും ചോദിച്ച 2 പരമ്പര ചിത്രങ്ങൾക്ക് ശേഷം വന്ന ഒരു സിനിമയാണ് ദൃശ്യം 3. ഫാമിലി ക്രൈം ഡ്രാമ എന്ന ജേണർ ഇവിടെ മുതലാണ് ആരംഭിച്ചത്. ദൃശ്യം 2നും 3നും ഇടയിൽ ഇറങ്ങിയ ജിത്തു ചിത്രങ്ങൾ പോലും ആ അളവുകൾ കൊണ്ട് അളക്കപ്പെട്ട സാഹചര്യവും കണ്ടു. ആയതിനാൽ തന്നെ ആ വിജയ പരമ്പരയിലെ 3ാം ഭാഗം എന്നതിനേക്കാൾ അമിത പ്രതീക്ഷകൾ ചുമക്കേണ്ടി വന്ന ചിത്രമായി ദൃശ്യം 3 മാറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സിനിമ സൂപ്പർ ഹിറ്റായി മുന്നേറുന്നു. ഇന്ത്യൻ സിനിമാ ലോകത്ത് ചരിത്രം കുറിച്ച് മോഹൻലാൽ ദൃശ്യം മുന്നേറുകയാണ്. ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചതും അത്രത്തോളം സന്തോഷത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. പ്രവൃത്തി ദിവസങ്ങളിൽ കളക്ഷനിൽ സ്വാഭാവികമായ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും കേരളത്തിൽ ഇപ്പോഴും തരംഗമായി തുടരുകയാണ് ദൃശ്യം 3. ജോർജ് കുട്ടിയുടെയും 3ാം വരവ് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയിട്ടുണ്ട്. ഇതോടെ മലയാള സിനിമയ്ക്ക് ഇതൊരു പുതിയ നാഴികക്കല്ലായി മാറി. ഒരു ക്ലാസിക് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിന് ലഭിക്കേണ്ട മികച്ച പ്രതികരണമാണ് രാജ്യമെമ്പാടും ചിത്രത്തിന് ലഭിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ കളക്ഷൻ അല്പം കുറഞ്ഞിട്ടാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് വൻ തുക നേടിയിട്ടുണ്ട് ചിത്രം. 2ാം വാരത്തിലും വൈകുന്നേരത്തെ ഷോകൾക്ക് തിയേറ്ററുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിലവിൽ മറ്റ് വലിയ റിലീസുകൾ ഇല്ലാത്തതാണ് ഇപ്പോൾ ചിത്രത്തിന് ഗുണകരമായി മാറിയതും. ഇതര സംസ്ഥാനങ്ങളിലും മികച്ച രീതിയിലാണ് ദൃശ്യം 3 മുന്നേറുന്നത്. റിലീസ് ചെയ്ത് ആദ്യ വാരത്തെ അപേക്ഷിച്ച് 2ാം വാരത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കളക്ഷനിൽ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ ചിത്രം 100 കോടി എന്ന മാന്ത്രിക സംഖ്യ തൊട്ടിരിക്കുകയാണ്. ദൃശ്യം 3ന്റെ ഇതുവരെയുള്ള കളക്ഷൻ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഇതുവരെയുള്ള അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ചിത്രം 300 കോടിയിലേക്കുള്ള കുതിപ്പിലാണ്. 2026 മറ്റ് മലയാളം ഹിറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോഴും ദൃശ്യം 3ന്റെ കുതിപ്പ് അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെ. വിദേശ വിപണികളിൽ നിന്നും മികച്ച കളക്ഷൻ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അവധി ദിനങ്ങളിലും ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും കഥയോടുള്ള പ്രേക്ഷകരുടെ താല്പര്യമാണ് ഈ വിജയത്തിനു പിന്നിലുള്ള രഹസ്യം. കേരളത്തിലെ തിയേറ്ററുകളിൽ ഇപ്പോഴുള്ള തിരക്ക് ചിത്രം 3ാം വാരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഉറപ്പിക്കാം. മോഹൻലാലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി ദൃശ്യം മാറുകയാണ്. വരാനിരിക്കുന്ന ത്രില്ലർ സിനിമകൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്തായാലും ദൃശ്യം 3 മുന്നോട്ട് വെക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.